ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറുക. യൂട്യൂബിൻ്റെ ലിങ്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ബയോയിലുണ്ട്. അപ്പം എങ്ങനാ കയറി കാണുമല്ലോ. വെൽക്കം ടു മൈ വേൾഡ് എന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരദൂഷണ കമ്മറ്റി സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരിക്കുന്നു. 2, 3, 1, 0 ഇങ്ങനെയല്ലേ ഈ യൂട്യൂബേഴ്സൊക്കെ ചെയ്യാറ്. ഞാൻ അങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചു. ഞാൻ കുളിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ കുളിച്ചില്ല. ഞാൻ കൈയും കാലും മുഖം കഴുകി. ഞാൻ പാൻറ് ഇട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ പാൻറ് ഇട്ടില്ല, ഷോർട്സ് ആളെ. അപ്പോൾ ഇതാണ് എൻ്റെ സൗന്ദര്യമേറിയ മുഖം. പിമ്പിൾസൊക്കെ കുറയുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിനു വേണ്ടി അതുണ്ടായിരിക്കും. മുഖാക്കൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ. ഈ സാധനം എന്തെങ്കിലും ഇങ്ങനെ വേപ്പത്ത് കുറച്ച് ഗെറ്റപ്പിൽ സാധനം സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷെ ഗെറ്റപ്പ് സെറ്റാവണം. അപ്പം നമുക്ക് സാധനം സ്റ്റാർട്ടാക്കാം. ഇത് ചിലപ്പോൾ ഞാൻ കട്ട് ചെയ്യും കേട്ടോ. എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു, പക്ഷേ സാധനം സെറ്റായില്ല. ഈ മഴ പെയ്യുന്നത് കാരണമാണ് ഈ ഒച്ച, പാമ്പ് വരുന്ന ഒച്ച ഉണ്ടല്ലോ അത്. അപ്പം ഇന്നത്തെ കഥ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരു ചെറുതായിട്ടൊരു ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് TV ഇട്ടിരിക്കണതാ. നമ്മുടെ പരദൂഷണം പുറത്ത് കേൾക്കണ്ടല്ലോ. ഇത് ഞാൻ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റാണ്. സോ തൊട്ടടുത്തൊക്കെ നെയ്ബേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മുടെ കഥ ഒരു ഡിസ്റ്റർബൻസ് ആകരുതല്ലോ. ഞാൻ എപ്പോഴും 0 ഇടാൻ മറക്കും. പിന്നെ പ്രത്യേകിച്ച് അതിട്ടിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഫേസ് കണ്ടു. ഈ ഫേസിൽ ഇത്രയും പിമ്പിൾസ്. ഇനി ഇതൊക്കെ കൂടി വാരിയിട്ട് പണ്ടൊക്കെ മഞ്ഞൾ, കടലമാവ്, പിന്നെ എന്തൊക്കെ സാധനം സംതിങ് ഇങ്ങനെയൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ ഒന്ന് ഭംഗിയാവാൻ എന്താക്കാ പാടണ. അപ്പോൾ ഇത് എന്താ പഴയ ഉടുപ്പ് തന്നെയാ, കുറേ ദിവസമൊക്കെ ഇട്ടില്ല. അപ്പോൾ സാരി എന്നെ ഉടുത്തെടുത്ത് ബോറടിച്ചു. കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാരി റീല് ചെയ്യൂ, സാരി ഉടുക്കുന്ന റീല് ചെയ്യൂ. എനിക്ക് അറിയാം നിങ്ങളുടെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണ്. ശുദ്ധി അവൻ്റെ ഒക്കെ ഉദ്ദേശശുദ്ധി. അപ്പം നമുക്ക് കഥയിലോട്ട് വരാം. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു, ഗ്ലോ കണ്ടോ. എനിക്കറിയാം ഒന്നുമില്ലാന്ന്. നിങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരുന്ന ഞാൻ പൈസയൊക്കെ സമ്പാദിക്കുമ്പോൾ നിങ്ങളെ സ്മരിക്കാം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി യൂട്യൂബിൽ പൈസ കിട്ടിയിട്ട് വേണം ചാരിറ്റി പ്രവൃത്തി തുടങ്ങാനെന്നല്ലേ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്ക് മന്തി വാങ്ങിച്ചു തന്നോ ചെയ്യും കേട്ടോ. എല്ലാന്നൊന്നും അല്ല. നമ്മളൊരു ചെറിയ ചാരിറ്റർ എന്ന് ഞാൻ പറയത്തില്ല. അപ്പം നമുക്ക് കഥയിലോട്ട് പോവാം. ഇന്നത്തെ കഥ ഒരു യൂട്യൂബറിൻ്റെ കഥയാണ്. യൂട്യൂബറല്ല, ഒരു ഇൻസ്റ്റഗ്രാമിയറിൻ്റെ കഥയാണ്. അങ്ങനെയല്ല, ഇൻഫ്ലുവൻസറിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസറിൻ്റെ കഥയിലേക്ക് പോകാം. ഇൻഫ്ലുവൻസർ എങ്ങനെ ഇൻഫ്ലുവൻസറായി എന്നത് തൊട്ട് തുടങ്ങാം. അങ്ങനെ ഒരിടത്തൊരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. ഇന്ന് ലെവലിൽ അത് അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കഥയാണ് കേട്ടോ. എനിക്കറിയപ്പെടുന്ന ഒരു സുഹൃത്താണിത്, പേര് പറയൂല. അപ്പം ഈ ഇൻഫ്ലുവൻസർ പഠിക്കുന്ന സമയത്തുള്ള കഥയാണിത്. പുള്ളിക്കാരി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്കൊരു ക്രഷ് ഉണ്ടായി. പുള്ളിക്കാരുടെ ക്രഷാണെങ്കിൽ വലിയ കാണാനൊന്നൊരു വിനയില്ലാത്തൊരു ദരിദ്രവാസിയായിരുന്നു. എന്നിട്ടും അന്നത്തെ പ്രായത്തിൻ്റെ ചാബല്യം മൂലം പുള്ളിക്കാരി ആ ക്രഷിനോട് ക്രഷടിച്ചു. ആ ക്രഷിനെ തിരിച്ചുമുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരുടെ ഫാമിലി കുറച്ച് വീക്കായത് കാരണം പുള്ളിക്കാരൻ ആ സമയത്ത് +2 വെച്ച് തന്നെ പുള്ളിക്കാരിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്തിനാണെന്ന് വെച്ചാൽ
ഇവളെ എങ്ങാനും ഞാൻ ലൈൻ അടിച്ചാൽ ചീത്ത പേര് കിട്ടും, പൈസ ഇല്ലാത്ത കുട്ടികളെ. അത് മാത്രമല്ല ഭാവിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അയ്യോ ഞാൻ എന്താ ഈ ചെയ്യണേ, അങ്ങനെ അവളെ ഇഗ്നോർ ചെയ്ത് വിട്ടു. ഈ സാധനമൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വാരി പൊത്തണോടെ, നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ ബുദ്ധിമുട്ട്. അപ്പം പുള്ളിക്കാരി അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടു. പുള്ളിക്കാരി കാലങ്ങൾ കടന്നു പോയപ്പോൾ നല്ല എഡ്യൂക്കേഷനിലോട്ട് വന്നു, വീടിൻ്റെ സ്ഥിതിയൊക്കെ മാറി. പുള്ളിക്കാരിയുടേതായ ഒരു ഇത് ചൂസ് ചെയ്ത് പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറായി മാറി. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പുള്ളിക്കാരനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിക്കും ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ലേഡിക്ക് മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പോയി പറ, നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു കേട്ടോ. പോയി പറ, സെറ്റ് ആവട്ടെ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടുകാരി അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുള്ളിക്കാരി ആ പുള്ളിക്കാരിയെ പ്രൊപ്പോസ് ചെയ്യുന്നത്, ആ പുള്ളിക്കാരനെ പ്രൊപ്പോസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വാക്ക് പഠിക്കണമെന്ന് പറയണത് ഇതുകൊണ്ട്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി, അവർ സെറ്റായില്ല. ഇല്ലേ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരിക്ക് കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി പഠിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരിക്ക് വേറെ റിലേഷനൊക്കെ 1-2 ഒക്കെ ഉണ്ടായിരുന്നു. മീൻസ് ഈ ഇൻഫ്ലുവൻസറിൻ്റെ ഫ്രണ്ട്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി, ആ കുട്ടിക്ക് കല്യാണമായി, ഈ ഏട്ടായി ഗൾഫിലുമായി. അങ്ങനെ അവിടെ ജോലിയും കൂലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം ഈ പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ ലെവലിലോട്ട് മാറുകയും ചെയ്തു. ആ പുള്ളിക്കാരുടെ കല്യാണവും കഴിഞ്ഞു. വർഷങ്ങളിങ്ങനെ കടന്നുപോയി. എൻ്റെ ഒന്നും കാണാനില്ലല്ലോ അല്ലേ. വർഷങ്ങളിങ്ങനെ കടന്നുപോയി. പുള്ളിക്കാരിക്ക് ഇൻസ്റ്റ വഴി നല്ല പൈസ, ഇപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ തീ പിടിച്ച പൈസയാണല്ലോ. പുള്ളിക്കാരി അത്യാവശ്യം സ്റ്റേബിളായി, നല്ലൊരു ജോലിയായി. പുള്ളിക്കാരിക്ക് കാറ്, വീട്, ഫാമിലി, അങ്ങനെ റിച്ചായി. പുള്ളിക്കാരിയെ മനസ്സിലാക്കുന്ന ഒരാൾ പുള്ളിക്കാരുടെ ലൈഫിലോട്ട് കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഏട്ടായിയുമായിട്ട് വീണ്ടും സൗഹൃദം സ്ഥാപിച്ച് ഇവർ തമ്മിൽ വീണ്ടും ഫ്രണ്ട്സ് ആവുന്നത്. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടു വീണ്ടും. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി. അപ്പോഴാണ് ഒരു വെക്കേഷൻ സമയത്ത് പുള്ളിക്കാരിയുടെ നാട്ടിലോട്ട് റിട്ടേൺ പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസറിൻ്റെ നാട്ടിലോട്ട് റിട്ടേൺ പോകുന്നു. അവിടെ വച്ച് ഈ കൂട്ടുകാരി ബാല്യകാല കൂട്ടുകാരിയെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് ടൈം ആയിരുന്നു. പുള്ളിക്കാരി കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ വീട്ടിലോട്ട് കെട്ടിയെടുത്ത് പോകുന്ന സമയത്ത് അപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കര ആഘോഷം, ക്രിസ്മസിൻ്റെ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ ആ കൂട്ടുകാരിയുടെ അടുത്ത് പറയണം, എടി വാ നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം, ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ വന്നതാ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോവാന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് എന്നുവെച്ചാൽ ഈ കൂട്ടുകാരിയുടെ റിലേറ്റീവ് പറയുവാണ്, എടി നീ എന്താ ഇൻസ്റ്റയിൽ കാണിക്കുന്നേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഡ്രസ്സിട്ട് കിടക്കുന്നേ, നിൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞു തരത്തില്ലേ. അപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ കിളിപോയി കണക്ക് നിൽക്കുക. ഞാനെന്താ ചെയ്തേ ഇനി, നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നിൻ്റെ വീട്ടിലാരും ചോദിക്കത്തില്ലേ, നീ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലാരും ചോദിക്കത്തില്ലേ. ഡ്രസ്സാണ് കേട്ടോ പ്രശ്നം, ഡ്രസ്സ് ഇടുന്നതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സാണല്ലോ പ്രശ്നം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഈ ഡ്രസ്സെന്നൊക്കെ പറയുന്നത് അവരവരുടെ ചോയ്സ് അല്ലേ ചേച്ചി, നിങ്ങൾ ജീവിക്കുന്നത് പോലെ എല്ലാവരും ജീവിക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കുമെന്ന് ഇത്രയും മാത്രം പറഞ്ഞ് ചിരിച്ചിട്ട് വീട്ടിൽ പോയി ഈ പുള്ളിക്കാരിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങനെ ആൻറ്റിയൊക്കെ ചോദിക്കാറുണ്ടടി, നീ എന്താ ഇങ്ങനെ ആയേ എന്നൊക്കെ. അപ്പോൾ പുള്ളിക്കാരി വിചാരിക്കാം, ഞാനെങ്ങനെയായി, ഞാൻ എന്തും ചെയ്തില്ലല്ലോ, ഡ്രസ്സല്ലേ ഇടുന്നത്. വീഡിയോസ് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും, മില്യൺസ് ആൾക്കാർ കാണും ചിലപ്പോൾ വൈറലാവുന്നതനുസരിച്ച്. നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെയിലി വീഡിയോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് പേര് അറിയുന്നവരുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അവർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും
അതൊരുപാട് വലിയ ടോപ്പിക്കാവും. കാര്യം എന്തെന്ന് വെച്ചാൽ അവരിങ്ങനെ 4 പേര് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറയൂല കേട്ടോ. എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ആ ബ്രഷ് പോയി. അപ്പോൾ അവരിപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ, ഇപ്പം എവിടെയെങ്കിലും പോയി ഒരു ചീപ്പ് മോഷ്ടിച്ചാൽ പോലും അവർ വൈറലാണ്. നാളെ ആ പെൺകുട്ടി ഇല്ലെങ്കിൽ ആ പയ്യൻ ആരുടെയെങ്കിലും കൂടെ ഒരു ബൈക്കിന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ 10 പേര് തിരിച്ചറിയും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരാളല്ല അത്. കോമൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്ന വ്യൂ ഓഫ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കും. ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ 4 പേര് കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാരെ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. ഞാനിതെന്താ പറഞ്ഞു വരിക, എല്ലാം പറഞ്ഞോളാം, സാധനം തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ വീഡിയോസ്, ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഒരു മോഡലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, എൻ്റേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാവരും പബ്ലിക്ലി പോസ്റ്റ് ചെയ്യുന്നതാണ്. ക്രിട്ടിസൈസൊക്കെ വരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, ഇപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ എന്തായാലും ചവർ കമൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോസിനൊക്കെ കമൻസ് ഇടുന്നവരുണ്ട്, നല്ലതും ചീത്തയും ആയിട്ടുള്ള സംഭവമൊക്കെ പറയുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് ആ +2 വരെ ആ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് പഠിച്ച ആളാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ, ആ പുള്ളിക്കാരിയിൽ മോശ സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പുള്ളിക്കാരി അങ്ങനെ വിലയിരുത്തി, ഈ ഡ്രസ്സിങ് വെച്ച് തന്നെ പുള്ളിക്കാരി അങ്ങ് വിലയിരുത്തി. പുള്ളിക്കാരി വിലയിരുത്തിയോ ഇല്ലെന്നുണ്ടോ, കുടുംബക്കാരൊക്കെ വിലയിരുത്തി കേട്ടോ. നമ്മളിങ്ങനെ പറയത്തില്ലേ, സോറി കട്ട് ചെയ്തത്, എനിക്ക് ഒച്ചപ്പാട് ബഹളമൊക്കെ സഹിക്കുന്നതിന് ഇറിറ്റേഷനായത്. ഓക്കെ, നമ്മളിങ്ങനെ പറയത്തില്ലേ, പൊട്ടക്കിണറ്റിലെ തവളകൾ ആ കിണറ്റിൽ തന്നെ കിടക്കും, അവർക്ക് വെളി വരാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. ആരെങ്കിലും വെളി വരുവാണെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ആ കൈൻഡ് ഓഫ് ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ. എൻ്റെ വേറെ എന്തോ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ അടിയിൽ ഷോർട്ട്സ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് കം ടു പോയിന്റ്. അപ്പോൾ അങ്ങനെ ഈ പുള്ളിക്കാരിനെ ഇങ്ങനെ കുറേയൊക്കെ അധിക്ഷേപിച്ചു ഈ ഫാമിലിയിലുള്ള കുറച്ച് റിലേറ്റീവ്സും പുള്ളിക്കാരിയും എല്ലാം. അപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെ കേട്ടിട്ട് റിട്ടേൺ നിന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരുടെ ഡ്രസ്സിങ് സെൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ പുള്ളിക്കാരി ഇടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ തരം തട്ടിയൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല സങ്കടം ഉണ്ടായി തിരിച്ചു വന്നു. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വിചാരിച്ചു, ഇപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ലല്ലോ, നമ്മൾ നമ്മുടെ സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു, അത് അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് അത് വിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഈ മീൻസ് ആ ക്രഷ് വീണ്ടും ഈ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോർമൽ ടോക്കിൻ്റെ ഇടയിൽ ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായി. അപ്പോഴാണ് അറിയുന്നത് ഓൾറെഡി ഈ പുള്ളിക്കാരിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്തോ ഒരു രീതിയിൽ ഇവർ പിരിഞ്ഞോ സംതിങ് എന്തോ ഇഷ്യൂ ആയിട്ട് ഈ പുള്ളിക്കാരി വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ്. വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കഥ പറഞ്ഞ് നമ്മുടെ മേക്കപ്പിലൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നിന്നിട്ട് ഈ ചേട്ടനുമായിട്ട് അങ്ങ് പ്രേമമായി. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും പ്രേമിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ആളാണോ ആ കുട്ടിയുടെ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞത്? ഈ ആളാണോ മറ്റുള്ളവരുടെ ജീവിതശൈലിയെ കുറ്റം പറയുന്നത്? സ്വന്തം കൂട്ടുകാരിയുടെ ക്രഷ് പണ്ടത്തെ ഓൾറെഡി കല്യാണം കഴിഞ്ഞു. ചില ആൾക്കാർ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാനിവിടെ പറയാനുള്ള കാരണം, ഈ ആൾക്കാരെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ അവരിടുന്ന കോണ്ടൻറ്റും ഇതൊക്കെ വെച്ച് കളിയാക്കും. ഈ കളിയാക്കുന്നവരാരാ? ലോക ഫ്രോഡുകളായിരിക്കും. നമ്മൾ സെൽഫായിട്ടൊന്ന് ആലോചിക്കാം, നമ്മൾ എത്രത്തോളം നല്ലവരാണ്. എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ എന്നെ കളിയാക്കുന്ന എല്ലാം നമ്പർ 1 പോക്കുറ്റികളായിരിക്കും. അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ പണ്ട തലതെറിച്ചതാണ്. ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ ഇട്ടതിന് ശേഷം എല്ലാ പരിപാടിയും, മുഖത്തുള്ള പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സാധനം ഇട്ടാൽ ഭയങ്കര ഗ്ലേസിങ് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കണ്ടോ? അപ്പം
ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം നമ്മുടെ പല്ലിന് ചുറ്റുമുള്ള അഴുക്കെടുത്തിട്ട് വേണം നമ്മൾ നാട്ടുകാരുടെ പല്ലിൽ അഴുക്കെടുക്കാൻ വേണ്ടിയിട്ട് പോകാം. സാധനം കൊള്ളാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈറ്റ് മേക്കപ്പാണെന്ന് ഇട്ടത് കേട്ടോ, ഇച്ചിരി കേട്ടോളൂ. ആ ഫൗണ്ടേഷൻ പൊട്ടിയെടുത്തിട്ട് മൊത്തം കമത്തിയില്ല. കാരണം ഇത് ഞാൻ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ പോയി കഴുകി കളയും. കാരണം പുണ്ണാ മക്കളെ, പൂണ്. അപ്പോൾ കുളിച്ചില്ല, അതാണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത്, ഇന്ന് ഞാൻ കുളിച്ചില്ല. എൻ്റെ മുടിക്ക് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ തലയിൽ തേക്കുന്നതിനൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നത്തെ കഥ ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കഥ ഒരു കുത്തലായിരുന്നു, ഒരു സ്വീറ്റ് റിവെഞ്ച്. നമ്മളിതൊക്കെ അറിയുന്നുണ്ടെന്ന് 4 പേര് അറിയുന്നതിലൊരു സുഖമല്ലേ. അപ്പോൾ എൻ്റെ കഥ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇനി നിങ്ങളുടെ വിലപ്പെട്ട കഥകൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വാങ്ങിച്ച് തരുന്നതായിരിക്കും. എനിക്ക് കോണ്ടന്റ് ഇല്ല, കഥകൾ. നിങ്ങൾ കഥകൾ കൊണ്ട് തരൂ, ഞാൻ ഇവിടെ ഇരുന്ന് മേക്കപ്പ് ഇട്ടത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടി ലിപ്സ്റ്റിക് ഇടാം. അതുകൊണ്ട് നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് വിലയിരുത്തണം. നമ്മളുടെ ഡ്രസ്സിങ് സെൻസ് നല്ലതാണ്, നമ്മുടെ ക്യാരക്ടർ നല്ലതാണ്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് നല്ലതാണ്, നമ്മൾ നല്ലതാണ്. ഇതൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ പഴിചാരാൻ. അപ്പോൾ എങ്ങനെയാ, അവരവരുടെ ജീവിതം അവരവർ നന്നായിട്ട് ജീവിക്കട്ടെ. നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്തിനാടാ ജീവിക്കുന്നേ? അങ്ങനെയല്ലേ? എൻ്റെ ഇഷ്ടപ്രകാരം നീ എന്തിനാടാ ജീവിക്കുന്നേ? നിന്റെ ഒരു ജീവിതം നീ ജീവിക്കേ, അവൻ്റെ ഒരു ജീവിതം അവൻ ജീവിക്കട്ടെ. നിനക്കിപ്പോൾ കല്യാണം കഴിച്ചിട്ടാണ് പ്രേമിക്കാൻ തോന്നിയത്, നീ പ്രേമിച്ചോ, എനിക്കെന്നാ വേണം, നീ പ്രേമിച്ചോ. നിന്റെ കെട്ടിയവനായി നീയായി, അടിയായി, തീയായി, പുകയായി. ദാറ്റ്സ് നോട്ട് മൈ ബിസിനസ്. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? എൻ്റെ പല്ല് പൊന്തൊന്നുമില്ല. ഈ പല്ലിൻ്റെ പൊന്തൽ മാറ്റാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോയായിരുന്നു. അപ്പം അങ്ങേര് പറഞ്ഞത് എൻ്റെ ഈ വിലപിടിപ്പുള്ള പല്ലെടുത്ത് കളയാനാണ്. ഈ വിലപിടിപ്പുള്ള പല്ലെടുത്ത് കളഞ്ഞാൽ ഈ തലയിൽ കൂടെ പോകുന്ന ഓളം, തുപ്പല്, തലയിൽ കൂടെ പോണ ഓളം നിൽക്കും. തലവേദന, ചിന്താശക്തി, ഇതൊക്കെ നഷ്ടപ്പെടും.